ശ്രീ ഉമേഷ് ബാബു, ഇപ്പോൾ പാർട്ടി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കോടതിയിലേക്ക് പോകലും ഈ പ്രതികരണങ്ങളും എന്ന് തന്നെ വേണ്ടേ കരുതാൻ? ഇപ്പോൾ ശ്രീ കുഞ്ഞികൃഷ്ണന് അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ നേരത്തോട് നേരമായിരിക്കുന്നു, ഈ സമയത്തിനകം തന്നെ പാർട്ടി ശാസിക്കേണ്ടതാണല്ലോ? ഇപ്പോൾ ജില്ലാ സെക്രട്ടറി കേന്ദ്ര കമ്മിറ്റി അടക്കം എടുത്തിരിക്കുന്ന നിലപാടിന് വിരുദ്ധമായ പ്രതികരണം നടത്തുമ്പോൾ പാർട്ടി അക്കാര്യത്തിലൊരു മറിച്ചൊരു നിലപാടിലേക്കും പ്രതികരണത്തിലേക്കും പോകേണ്ടതാണല്ലോ. ഇതുവരെ അങ്ങനെ ഒരു പ്രതികരണം കണ്ടിട്ടില്ല. അല്ല, ഈ പാർട്ടിക്കൊരു നേതൃത്വം ഇല്ല എന്നതിന്റെ തെളിവാണ് ഞാൻ നേരത്തെ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. ഈ പാർട്ടിക്ക് ഏകീകൃതമായൊരു നേതൃത്വം ഇല്ല എന്ന കാര്യം എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ടാണ് കേന്ദ്ര കമ്മിറ്റിക്കെതിരായിട്ടൊരു കണ്ണൂർ പാർട്ടി ഉണ്ടാവുകയും അതിങ്ങനെ പരസ്യമായ റോഡിലിറങ്ങി ഈ പ്രകടനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അത് മാത്രമല്ല, ഈ പറയുന്ന എന്തുകൊണ്ടാണ് ഈ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി പറയാത്ത കുറെ കാര്യങ്ങളാണ് ഇതിന്റെ യഥാർത്ഥ പ്രശ്നം. അടിമുടി അഴിമതിയാണ് ഈ പാർട്ടിയിൽ. പണം ഉണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഭാഗ്യാന്വേഷികളുടെ ഒരു കൂട്ടമാണ് സി പി എം നേതൃത്വം എന്ന് പറയുന്നത്. അതിന്റെ തെളിവാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ കണ്ണൂർ നഗരത്തിലെ അഴിമതി ഉണ്ടല്ലോ. ഇതിനൊക്കെ എന്താ സി പി എമ്മുകാർ ചെയ്യുന്നത്? അതിന് ഒരു അന്വേഷണ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഇത് വളരെ രസകരമായൊരു കാര്യമാണ്. ഭൂമിയിൽ എന്ത് കാര്യം ഉണ്ടായി കഴിഞ്ഞാലും സി പി എം ഉടനെ ഒന്നോ രണ്ടോ പേരിൽ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കും. എന്നിട്ട് അന്വേഷണ കമ്മീഷന് റിപ്പോർട്ട് വായിക്കും. തൽക്കാലത്തേക്ക് ഒരു ബലിയാടിനെ കണ്ടെത്തും, അയാൾക്കെതിരായിട്ട് ഒരു നടപടി ഉണ്ടെന്ന് പ്രഖ്യാപിക്കും, ബാക്കി എല്ലാ കാര്യങ്ങൾക്കും മുകളിൽ മണ്ണിടും. ആണ് സംഭവിക്കുന്നത്. ഇപ്പൊ കണ്ണൂർ നഗരത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ സ്മാരകം എന്നൊക്കെ പറഞ്ഞിട്ട് നടന്നിട്ടുള്ള അഴിമതിയുടെ വിശദാംശങ്ങൾ ഞാൻ കേട്ടു നോക്കുമ്പോൾ അതാമറ്റ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ഈ പാർട്ടിക്ക് നിൽക്കാൻ കഴിയില്ല. അതാണ് പ്രശ്നം. എങ്ങനെയാണ് പണം ഉണ്ടാക്കുക എന്നൊരൊറ്റ കാര്യത്തിന്റെ പുറത്ത് മുന്നോട്ട് പോകുന്ന താഴെ മുതൽ മുകളിൽ വരെയുള്ള നേതാക്കന്മാരുടെ ഒരു കൂട്ടമാണ് ഈ പാർട്ടി. അതാണ് ഈ പാർട്ടിയുടെ പ്രശ്നം. അങ്ങനെ ആയിരിക്കുന്നിടത്തോളം കാലം ഈ പാർട്ടിക്ക്, അതിന്റെ കേന്ദ്ര കമ്മിറ്റിക്കോ അതിന്റെ സംസ്ഥാന നേതൃത്വത്തിനോ ഒരു കെ രാഗേഷിനെയും ഒരു ടി.ഐ. മഹസൂദിനെയും നിയന്ത്രിക്കാൻ കഴിയില്ല. നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഇവർ ഈ ടി.ഐ. മഹസൂദിനെ ഒന്ന് സ്ഥാനാർത്ഥിത്വം മാറ്റി നിർത്താലോ. വി കുഞ്ഞികൃഷ്ണൻ ഭയങ്കര പാർട്ടി വിരുദ്ധനാണ്, അതുകൊണ്ട് അയാൾ പോയിട്ട് മാധ്യമങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ജനങ്ങൾ അത് വിശ്വസിക്കുന്ന തരത്തിൽ, വിശ്വാസയോഗ്യമായ തരത്തിൽ. കാരണം ജനം എന്ന് പറയുമ്പോൾ ഈ സി പി എമ്മുകാർ കരുതുന്നത് പോലെയല്ല. ജനം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് എന്ന് ഇപ്പൊ തോറ്റപ്പോ മനസ്സിലായല്ലോ. ജനങ്ങൾ എന്നൊരു കാറ്റഗറി ഉണ്ട്. ഇത് മാർക്സിന് അറിയാമായിരുന്ന ഒരു കാര്യമാണ്. പക്ഷെ കേരളത്തിലെ സി പി എമ്മിന്റെ ഇപ്പോഴുള്ള നേതൃത്വത്തിന് അറിയില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തോറ്റത്. അതിനു മുമ്പ് കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ, കഴിഞ്ഞ 10 വർഷം കാട്ടിക്കൂട്ടിയ കാര്യങ്ങളുടെ ഒക്കെ ഒരു അനുബന്ധമായിട്ടുള്ള കാര്യമാണ് പയ്യന്നൂരിലുണ്ടായത്. അപ്പൊ അതുകൊണ്ട് അത് അറിയാത്തത് കൊണ്ടാണ് ഇത്തവണ തോറ്റത്. അത് ശ്രദ്ധിക്കണമായിരുന്നാണ് കേന്ദ്ര കമ്മിറ്റിക്കാർ ഇപ്പൊ പറയുന്നത്. പക്ഷെ ഈ കാഡറുകളെ വെച്ചിട്ട് എങ്ങനെയാണ് സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി തിരുത്തുക? ആരാ തിരുത്തേണ്ടത്? തിരുത്താനാവില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പറയുന്ന പയ്യന്നൂരിലെ ഇന്നത്തെ കാര്യം എന്ന് പറയുന്നത്. എന്നിട്ട് എന്താ ഇവര് ചെയ്യാൻ പോകുന്നത്? ഇപ്പൊ 2 സ്ഥലത്ത് തോറ്റുമല്ലോ. കണ്ണൂരില് തളിപ്പറമ്പിലും തോറ്റു, പയ്യന്നൂരിലും തോറ്റു. എന്താ തളിപ്പറമ്പിൽ ബൈക്ക് കത്തിക്കാത്തത്? എന്താ തളിപ്പറമ്പിലും ഉണ്ടല്ലോ ടി പുരുഷോത്തമന്മാര്. പയ്യന്നൂരിൽ മാത്രമല്ലല്ലോ. ഈ പറയുന്ന ടി.കെ. ഗോവിന്ദൻ എന്ന് പറയുന്ന ഇപ്പോഴത്തെ തളിപ്പറമ്പ് എം.എൽ.എയുടെ പറയിലും അദ്ദേഹത്തെ സഹായിച്ച സി പി എം പ്രാദേശിക പ്രവർത്തകരില്ലേ? എന്താ അവരുടെ ഒന്നും ചെമ്മീപാടങ്ങൾ കത്തിക്കാത്തത്? അവർക്കെതിരായിട്ട് ഭീഷണി പ്രശ്നം എന്താണ് ഈ കെ രാഗേഷ് പോയി നടത്താത്തത്? അതാണ് പ്രശ്നം. എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ടി.കെ. ഗോവിന്ദൻ എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ദീർഘകാലമായി പ്രവർത്തിച്ച ഒരാളാണ്. ഇവരുടെ സർവ്വ രഹസ്യങ്ങളും സൂക്ഷിക്കുന്ന മനുഷ്യരിൽ ഒരാളാണ്. അത് മാത്രമല്ല, അതിശക്തമായ ഒരു സംഘടനാ സംവിധാനം തളിപ്പറമ്പിലെ ഈ UDF-നുണ്ട്. അവിടെ പോയിട്ട് ബൈക്ക് കത്തിച്ചാൽ, അവിടെ പോയിട്ട് ഇപ്പൊ ഇയാൾ ചെന്ന് പറയുന്നുണ്ടല്ലോ ടി പുരുഷോത്തമന്റെ ഫാമിന്റെ അടിയിൽ മാന്തിക്കളയുന്നൊക്കെ. ഈ പ്രസംഗം തളിപ്പറമ്പ് പോയി നടത്തിയാൽ, അവിടെ പോയി നടത്തി കഴിഞ്ഞാൽ വിവരം അറിയും. ഇങ്ങനെ പോരാൻ കഴിയില്ല. അതാണ് പ്രശ്നം. ഈ വി കുഞ്ഞികൃഷ്ണനും അദ്ദേഹത്തിന്റെ ഒരുപിടി അനുയായികളും മാത്രമാണ് പയ്യന്നൂരിലുള്ളത്. അവിടുത്തെ UDF സംവിധാനം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഉള്ളതുകൊണ്ട്, അങ്ങനെ കുറച്ച് ആളുകളാണ് പരസ്യമായിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് അവരെ ശാരീരികമായി നേരിട്ടിട്ട് സി പി എം ഇപ്പൊ ചെന്നുപെട്ടിട്ടുള്ള പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്ന വിവരദോഷത്തിന്റെ ആവിഷ്കാരമാണ് കാണുന്നത്. എത്ര സംഘർഷങ്ങൾ ഉണ്ടാക്കി. ഇപ്പൊ ഞാൻ ചോദിക്കാം, ടി പുരുഷോത്തമനെതിരായിട്ട് എന്തെല്ലാം ചെയ്തു? ആദ്യം അയാളെ വീട്ടിൽ പോയിട്ട് അയാളുടെ കാറിന് തീയിട്ടു. എന്നിട്ട് പിന്നെ ഈ പറയുന്നതിൽ തീ കത്തുന്നത് കണ്ടതുകൊണ്ട് അയാളുടെ വീടും അയാളും അയാളുടെ വീട്ടുകാരും രക്ഷപ്പെട്ടു.
ഈ പിന്നീട് പോയിട്ടാണ് അയാളുടെ ഈ പറയുന്ന ചെമ്മീൻ ഷെഡ് എന്ന് പറഞ്ഞാൽ ചെമ്മീൻ പാടത്തിലെ ഒരു പാടത്തിൽ എണ്ണയൊഴിച്ചു. അയാളുടെ ചെമ്മീൻ എന്ന് പറഞ്ഞാൽ വെറുതെ ഉണ്ടാവില്ലല്ലോ, അതിനൊരു ഷെഡ് ഉണ്ടാവും, അതിന് മോട്ടോർ ഉണ്ടാവും, അതിന് തീറ്റ സാമഗ്രികൾ ഉണ്ടാവും. അങ്ങനെ ലക്ഷക്കണക്ക് ഉറുപ്പിയുടെ സാമഗ്രികൾ മുഴുവൻ തീയിട്ട് നശിപ്പിച്ചു. എന്നിട്ട് ഇപ്പൊ പോയി പ്രസംഗിക്കുന്നത് എന്താ? ഞാൻ ചോദിക്കുന്നതാണ്. കെ രാഗേഷും ടി ഐ മോസും ഒക്കെയാണല്ലോ കണ്ണൂർ പാർട്ടി നേതാക്കന്മാർ. എന്നാ പിന്നെ ടി കെ ഗോവിന്ദനോട് ചെന്ന് പറയരുതോ ഇതൊക്കെ? തളിപ്പറമ്പ് നഗരത്തിൽ പോയി പ്രസംഗിക്കരുതോ? അവിടെ കുറച്ച് ആളുകളെ അയച്ചിട്ട് ടി കെ ഗോവിന്ദന്റെ അനുയായികളുടെ ഇതുമായിട്ടുള്ള സംഗതികളൊക്കെ ബൈക്കും കാറും ചെമ്മീൻ പാടവും ഒക്കെ കത്തിച്ചു നോക്കരുതോ? അതാണ് പറഞ്ഞത്. ഭീരുക്കളുടെ ഒരു കൂട്ടമാണിത്, ഭീരുക്കളുടെ. അതാണ് ഈ പയ്യന്നൂർ സംഭവത്തിന്റെ. പക്ഷെ ഒരു കുഴപ്പം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഭീരുക്കൾ എപ്പോഴും എന്താ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ, സത്യത്തിന് മുമ്പിൽ പതറുന്ന സമയത്ത് എല്ലാ ഭീരുക്കളും ചെയ്യുന്ന പണി. അതിനാണ് നേരത്തെ വി കുഞ്ഞികൃഷ്ണൻ കൃത്യമായിട്ട് ഒരു ഫാസിസ്റ്റ് രീതിയാണെന്ന് പറഞ്ഞത്. ഭീരുക്കൾ ചെയ്യുന്ന പണി എന്ന് വെച്ചാൽ തീ കൊണ്ട് കളിക്കുക എന്നുള്ളതാണ്. അതാണ് CPM ഇപ്പൊ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് ആ പാർട്ടിയെ സർവനാശത്തിൽ എത്തിക്കുക ചെയ്യുക. കാരണം കാലം മാറിപ്പോയി. ശരി, എന്ത് തിരുത്തൽ എന്ന ചോദ്യം ഇതിൽ ഉന്നയിക്കപ്പെടുകയാണ്. എന്ത് തിരുത്തൽ? അങ്ങനെയെങ്കിൽ തിരുത്തലിന്റെ എന്തെങ്കിലും ഒരു സൂചനകൾ നൽകണ്ടേ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.